ഹായ് എല്ലാവർക്കും നമസ്കാരം. ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന സെയിം സ്റ്റിക്ക് ട്യൂട്ടോറിയലാണ്. കാരണം നമ്മൾ നോമ്പിൻ്റെ ആ സമയത്ത് കുറേ വ്യായാമങ്ങൾ ഇട്ടിരുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റിക്ക് കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1-2 വീഡിയോസ് സ്റ്റിക്കിൻ്റെ ഇട്ടിരുന്നു. അതോട് കൂടിയിട്ട് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ്, നിങ്ങൾ സ്റ്റിക്കിൻ്റെ വേറുള്ള ട്യൂട്ടോറിയൽ ഇടുക, നല്ല രസമാണ്, പഠിക്കാൻ സുഖമാണ്, നല്ല സംഗതിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ലെഗിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സ്റ്റിക്ക് എങ്ങനെ കറക്കും എന്നുള്ളതാണ്. സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ആളുകളും ചെയ്യുന്ന സംഗതികളാണ്, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. ഓക്കെ, അത് നമ്മൾ നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മളെ ചാനലിൽ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സംഗതി. ഓക്കെ, അപ്പോൾ ആ ട്യൂട്ടോറിയൽ മാക്സിമം ഞങ്ങളുടെ സ്റ്റിക്ക് ട്യൂട്ടോറിയൽ കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഒക്കെ ഒരു ബാക്കിയായിട്ടൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി അതല്ല, അത് കാണാത്ത ആളുകൾക്ക് വേണമെങ്കിൽ നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അല്ല ഇവിടെ നോക്കുക, അത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ കണ്ടില്ല, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പിടിക്കുക. സെയിം എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ സെൻറ്ററിലാണ് നമ്മൾ പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു റൊട്ടേഷന്, അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് ഇത് മേടിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്നല്ല മേടിക്കുന്നത്, ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് മേടിക്കുന്നത്. ഇങ്ങനെ മേടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണ്ടില്ല, ഇതിനൊരു റൊട്ടേഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഈ റൊട്ടേഷൻ വരുന്ന സമയത്ത് വളരെ സ്ലോയിലാണ് കാണിക്കുന്നത്. ഈ റൊട്ടേഷൻ വരുന്ന സമയത്ത് കണ്ടില്ല, ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. ഇതിങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ലെഗ് പൊക്കി കൊടുക്കുക. ഈ ലെഗ് സ്ട്രൈറ്റ് ഇട്ട്, ലെഗിനും നല്ല സുഖമാണ്, കാരണം സ്ട്രൈറ്റ് ആവാൻ, സ്പ്ലിറ്റ് ആവാൻ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ വരണം. കണ്ടാ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ അടിച്ചു. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഇട്ട് കൊടുക്കുക. സെയിം സംഭവം നമ്മൾ ഇതിങ്ങനെ നല്ല സ്പീഡാക്കിയിട്ട് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സ്ലോവിൽ ചെയ്യുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഈ റൊട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലിട്ട് കൊടുക്കുക. ഇതാദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, റൈറ്റ് ലെഗ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് റിസ്ക് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഗ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ലെഗിൽ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലെഫ്റ്റ് ലെഗിൽ ഇട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലുണ്ടോ? ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സെയിം സംഭവം വടി ഫേസിലോട്ടൊക്കെ വരുന്ന ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, കഴിയുന്നതും ഈ 2 തറ്റത്ത് നിങ്ങൾ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള സംഗതികൾ ചുറ്റി വെക്കുക. കാരണം ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഫേസിലോട്ട് തന്നെ വന്നു. ഓക്കെ, അത് ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ലോവിലാവുമ്പോഴാണ് ആ വിഷയങ്ങൾ വരുന്നത്. മറ്റേ നമ്മൾ സ്പീഡായി കഴിഞ്ഞാൽ ഇത് ഒരേ പൊസിഷനിൽ തന്നെ പോകും. നമ്മളെ ബോഡിക്കും നമ്മളെ കയ്യിനൊക്കെ കറക്റ്റായിട്ട് ഈ സ്റ്റിക്ക് ഒതുങ്ങി വരും, ഒന്നും സംഭവിക്കില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ നിങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഒരു അപകടം ഉണ്ടാക്കരുത്. കാരണം എനിക്കൊക്കെ എത്രയോ അപകടങ്ങൾ ഉണ്ടായതാണ്, ലിപ്പ് പൊട്ടലും അതുപോലെ തന്നെ പല സംഗതികൾ. ഓക്കെ, പക്ഷെ അത് ചെയ്താൽ മതി, വെയിറ്റ്ലെസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ലെഗ് ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് ലെഗ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അത് ആദ്യം എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് സംഗതി മനസ്സിലാക്കിയിട്ട് പിന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ലെഗും സെയിം പൊസിഷനിൽ നമ്മൾ കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നെക്കിലിട്ടിട്ട് റൊട്ടേഷൻ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഹാൻഡിലൊക്കെ വരുന്ന ഒരു റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പം നെക്ക് ഇത് ഈ ലെഗിലിട്ടിട്ട് അതുപോലെ തന്നെ ബാക്കൊക്കെ ഇട്ടിട്ട് ഒന്നിച്ചൊരു മിക്സിങ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുക. ഓക്കെ,
എന്തായാലും ഇന്നത്തെ ഈ സ്റ്റിക്ക് ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് വീഡിയോസ് എല്ലാവരും മാക്സിമം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.